അയ്യോ ചേച്ചി അതിനകത്ത് ബൗള് വീണു. അയ്യോ അത് വീണതല്ല, ഞാൻ വെച്ചതാ. ഇത് ഏത് ഭാഗത്തുള്ള ഏറ്റവും കൂടുതൽ കഴിക്കണേ? കൊറിയ. മാളവേ, നിന്നോട് ഞാൻ പലവട്ടം പറഞ്ഞിട്ടുണ്ട്, നേരായ വഴി കൂടെ വന്നാലും ഇമാതിരി കയറ്റമുള്ള വഴി കൂടെ വരല്ലേന്ന്. നേരായ വഴി ഏതാ? ആ വഴി കയറിക്കഴിഞ്ഞാൽ ഞാൻ ഇത്ര ക്ഷീണിക്കുമായിരുന്നോ? കയറി ഇരുന്നിട്ട് പോവാന്ന്. ക്ഷീണം മാറി എന്തിനു ഇവിടെ ഇരിക്കുന്നത്? താഴെ വെച്ച മോളോ. വലിയ കൊഞ്ചല്ലേ? നിനക്ക് ഈ ചെമ്മീൻ ഇങ്ങനെ കിള്ളണ കാണുമ്പളേ നിനക്ക് കിള്ളണമെന്നൊന്നും തോന്നണല്ലേ മോളു? ഇപ്പൊ വിചാരിച്ചതേ ഉള്ളൂ. ആണോ കിള്ളണമെന്നാ? കിള്ളണ്ട, ചുറ്റിച്ച് കിള്ളിക്കും. ഞാനൊക്കെ കൊച്ചിയിൽ ആരും നമ്മുടെ അപ്പുറത്തെ ഇപ്പുറത്തൊക്കെ ചെമ്മീൻ കിള്ളുമ്പോ നിന്നേക്കാളും ചെറുതായിരുന്നു. ആര് ചെമ്മീൻ കിള്ളുമ്പോഴും അവരെ ചട്ടി പോയി കൈയിടും. എന്നിട്ട് അവർക്കൊക്കെ ഇരുന്ന് ചെമ്മീൻ കിള്ളി കൊടുക്കും. അപ്പോൾ അപ്പുറത്തുള്ള ചേച്ചിമാരൊക്കെ പണ്ട് എന്നെ വിളിക്കുമായിരുന്നു, ചെമ്മീൻ മേടിച്ചിട്ടുണ്ടേ എന്ന് പറയും. അവർക്ക് എളുപ്പമല്ലേ. പച്ചക്കളറായി. പച്ചക്കളർ എന്താന്ന് അറിഞ്ഞൂടാ. ഇത് ഞരമ്പ്, ചിലതിന് മഞ്ഞ ചിലതിന് പച്ച അല്ലേ. ചേച്ചിക്ക് റാങ്ക് കിട്ടിയിട്ടുണ്ടോ? കൈ കുത്തി കയറിയത് കണ്ടാ. പഠിക്കാൻ ഇഷ്ടമല്ല. എനിക്ക് പഠിക്കാൻ ഇഷ്ടമല്ല. ഇത് അവിടെ കൊണ്ട് കഴുകാല്ലേ, ഇവിടെയൊക്കെ വെള്ളം ഒഴിച്ചാലേ മണക്കും. ചെമ്മീന് ഭയങ്കര മണം. കഴുകിയ നല്ല കുനുകുനാന്നരിഞ്ഞോണേ. ഓ ഇത് നിന്റെ പണിയാ.
അസിസ്റ്റന്റ് ചേച്ചി ഞാൻ മേനുമായി. ഇതെന്ത് ചെയ്യാനോ? മറ്റേ തൊലി കളഞ്ഞാൽ ഗ്രേറ്റ് ചെയ്തെടുക്കണം. എനിക്ക് കപ്പയാണോ ഇഷ്ടം മധുരക്കിഴങ്ങാണോ ഇഷ്ടം? മധുരക്കിഴങ്ങ്. എന്നോട് ഏതാ ഇഷ്ടമെന്ന് ചോദിച്ചാൽ എനിക്ക് തന്നെ അറിഞ്ഞൂടാ. രണ്ടും ഇഷ്ടമാണ്. കപ്പ മീൻ കറിയൊക്കെ തിന്നുമ്പോ ഇതെടുത്ത് മാറ്റുമോ? നീ ഇത് ചെയ്തോളൂ, ഞാൻ പോയി ചെമ്മീൻ കീറട്ടെ. ഇതുകൂടെ ചെയ്താൽ മതിയേ. ഇത് വേണ്ട കേട്ടോ. ഞാൻ ചെമ്മീൻ കീറിയിട്ട് വരാം. സാരി നോക്കിക്കോണം. മാളു ഒരു ബൗൾ എടുത്തോണ്ട് വന്നേ. വെള്ളവും കേട്ടോ. മറ്റേ വെള്ളവും ഉണ്ട്, ഒരു ബൗളും ഉണ്ടോ? ഇതിനകത്തുണ്ട്. ആ ബൗളല്ല, വേറെ. വെള്ളം ഒഴിച്ച് ഇത്തിരി നുള്ളു വെള്ളം ഒഴിച്ചോ, മതി. ഊതല്ലേ, ഇതിലൊക്കെ കരിയാവും. ആളു ഇത് പഠിച്ചു നാത്തിട്ടെ. പഠിച്ചോ? ശരി. നീ ആ ഉരുളി എടുത്തിട്ട് കൈ പൊള്ളിക്കല്ലേ. ഇതാ ഉരുളി എടുത്ത് ഇതിന്റെ പക്കത്ത് വെച്ചോ. 2-3 കപ്പ് വെള്ളം ഒഴിച്ചോ.
വെള്ളം ഒഴിച്ചാ? മാളു, നീ പോയിട്ടേ ആ കട്ടിംഗ് പാഡ് എടുത്തുണ്ടോ? കഴുകിട്ട് എടുത്തോണ്ടേ, ഞാൻ ചെമ്മീൻ കീറിയതാ. അയ്യോ ചേച്ചി, അതിനകത്ത് ബൗള് വീണു. അയ്യോ, അത് വീണതല്ല, ഞാൻ വെച്ചതാ. എന്തിനാ? ഞാൻ പറഞ്ഞില്ല, അതൊക്കെ ഉണ്ട്. നീ ഇവിടെ നിക്ക്, ഞാൻ കാണിച്ചു തരാം. ബൗളിട്ട് വേവിക്കൂ ഇനി. പറയാൻ പറ്റൂല, ചേച്ചിയാണ്. ഇതേ പ്ലേറ്റ് എടുത്തേ, വെള്ളം. നല്ല ഭംഗിയുണ്ട് ചേച്ചി കാണാൻ. ഇനി ആ ചട്ടി എടുത്തേ. ഇനി ഇത് 10 മിനിറ്റ് ഇരുന്ന് ആവി കൊണ്ടിരുന്ന് വേവും. അപ്പോഴേക്കും നമുക്ക് എന്തെങ്കിലും കഴിച്ചിട്ട് വരാം. നീ അടിയുന്ന ഇല എടുത്തേ. വാ. അയ്യോ, നിനക്ക് ശരിക്കും പറഞ്ഞാൽ ഏതാ ഇഷ്ടം? എനിക്ക് അത്. ഏത്? ഏതാ? സത്യം പറ, നിനക്ക് ഏതാ ഇഷ്ടം? എനിക്കിത് മതി. വേണോ? വേണ്ട, നിന്നാ ഞാൻ കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ തരത്തില്ലേ? അതല്ലെങ്കിലും അറിയാം. ചോക്ലേറ്റ് വായിലിരുന്നോണ്ട് അതിന്റെ രുചി അറിയാൻ പറ്റില്ല. ഇതെന്ത് ടേസ്റ്റാ? ഭയങ്കര ചോദിക്കും. കഴിക്കല്ലേ? സ്ഥിരം ഇത് മേടിച്ചു തന്നില്ല പരിപാടിയാ ഇപ്പൊ സ്കൂളിൽ പോകുമ്പോ അല്ലേ? എനിക്കിതാ ഇഷ്ടപ്പെട്ട. കള്ളി, അത് കൊള്ളാന്ന് അറിഞ്ഞോണ്ടല്ലേ ആദ്യം എടുത്തത്. ഇതിന് ചോക്ലേറ്റ് മാത്രം നക്കിയെടുക്കും. മാളു, നീ തല തറ എണ്ണ വെച്ച് കുളിച്ചോട്ടാ. എന്താ? താരൻ. താരനാ? ചേച്ചി തന്നെ ഓർമ്മയുണ്ടാ അന്ന് താജം പോവിടെ വിളിച്ചിട്ട് അമ്മൂമ്മയുടെ കഥ പറഞ്ഞത്? അയ്യോ, ഞാൻ ഉറങ്ങുകയും ചെയ്തു. ചേച്ചിയുടെ കഥ തീരുന്നതുമില്ല. നീ ഇതൊന്നും എടുത്തു മതിയേക്ക് കഴിച്ചിട്ട് വാ. എനിക്ക് മതി, മത്ത് പിടിച്ച്. ഞാൻ വന്നു. താഴെ മോളു, നീ അത് കത്തിച്ചോട്ടാ, ആ ചീനച്ചട്ടി. തുണി എടുത്ത മോളു. എന്തോ? അടുത്ത തുണി.
നീ പോയിട്ടേ ആ. ആ ടേബിളൊക്കെ റെഡിയാക്കി വെച്ചോ. ഓക്കെ. അപ്പം ഞാനത് അടുത്ത ട്രിപ്പ് കൂടെ ആക്കിയിട്ട് കൊണ്ടുവരാം കേട്ടോ. പോയാ മറ്റേ ആ സോസ് ക്യാപ്സിക്കം ഉണ്ട്. വേറൊരു ടേസ്റ്റ് അല്ലേ? സോയ സോസ് മുക്കിയൊന്ന് കഴിച്ചു നോക്കാം അല്ലേ മാളു? അത് പൊളി. സൂപ്പർ ടേസ്റ്റ്. സോയ മുക്കിയപ്പോൾ കുറച്ച് എരിവും കൂടി കൂടി അല്ലേ? അപ്പം അതിൻ്റെ ടേസ്റ്റ് സൂപ്പർ. ഇത് ഏത് ഭാഗത്തുള്ള ഏറ്റവും കൂടുതൽ കഴിക്കണേ? കൊറിയ. സമ്മതിക്കണോ അല്ലേ മതി? പൊളി. എനിക്ക് ഇഷ്ടപ്പെട്ടു. നിനക്കോ?